പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ ഉൾപ്പെട്ട മാത്തൂർ പഞ്ചായത്തിലെ ആനിക്കോട് ഗ്രാമത്തിന്റെ ചൈതന്യസ്ഫുരണമായി ശ്രീ അഞ്ചുമൂർത്തി ക്ഷേത്രം. ഏതാണ്ട് 1100 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണിത്. ശ്രീ മഹാഗണപതി, ശ്രീ മഹാദേവൻ, ശ്രീ പാർവതി, ശ്രീ മഹാവിഷ്ണു, ശ്രീ ധർമ്മശാസ്ത്ര എന്നിങ്ങനെ ചൈതന്യവത്തായ 5 മൂർത്തികൾ തുല്യ പ്രാധാന്യത്തോടെ വാഴുന്ന ആത്മീയ സ്ഥാനമാണിത്. പണ്ട് 4.5 ഏക്കറോളം വിസ്താരമുള്ള ഒരു ബ്രാഹ്മണ അഗ്രഹാരമായിരുന്നു അത്രേ ഇത്. പടയോട്ട കാലഘട്ടത്തിൽ അഗ്രഹാരത്തിനും ക്ഷേത്ര ചൈതന്യത്തിനും മങ്ങലേൽക്കുകയും കാലങ്ങളോളം ജീർണാവസ്ഥ തുടരുകയും ചെയ്തു. പിന്നീട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഡയറക്ടറായ ശ്രീ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും തദ്ദേശവാസികളും ചേർന്ന് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 2008 ജൂലൈ 5, 6 തീയതികളിലായി ക്ഷേത്ര പുനരുദ്ധാരണ അഷ്ടബന്ധ പുനഃപ്രതിഷ്ഠയും മഹാകുംഭാഭിഷേകവും നടക്കുകയുണ്ടായി. തന്ത്രിവര്യൻ മഹാമഹിമശ്രീ ശ്രീ രാജലിംഗ ഗുരുക്കളുടെ മുഖ്യ കാർമ്മികത്വത്തിലും കലേക്കുളങ്ങര ശിവാനന്ദാശ്രമം മഠാധിപതി സ്വാമി നിത്യാനന്ദ സരസ്വതിയുടെ മഹനീയ സാന്നിധ്യത്തിലുമായിരുന്നു ചടങ്ങുകൾ. തുടർന്ന് ക്ഷേത്ര മേൽശാന്തിയായ ശ്രീ ശ്യാം ചൈതന്യയുടെ നേതൃത്വം ക്ഷേത്ര പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. വേദമന്ത്രങ്ങളെ സാർവത്രികമാക്കുവാൻ വേണ്ടി സാന്ദീപനി സാധനാലയം എന്ന പേരിൽ 2009 ഏപ്രിൽ 1 ഇവിടെ രൂപം കൊണ്ട വൈദിക പാഠശാല യുവ വൈദികൾക്ക് ആത്മസാക്ഷാത്കാരത്തിന്റെ ഒരു വാതായനം തുറന്നു കൊടുക്കുകയും ഇന്ന് പാലക്കാട് ജില്ലയിൽ 17 ക്ഷേത്രങ്ങളിലായി 200-ൽ പരം കുട്ടികൾക്ക് നിത്യശീലങ്ങളും വൈദിക മന്ത്രങ്ങളും ക്ഷേത്രവാദ്യങ്ങളും ഭഗവത്ഗീതയും പഠിപ്പിച്ചു വരുന്ന ഒരു അപൂർവ സന്നിധാനത്തിന് നേതൃത്വം നൽകാൻ ശ്രീ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിനും സാന്ദീപനി സാധനാലയത്തിനും സാധിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പരമപ്രധാനമായ പഞ്ചമഹായജ്ഞങ്ങളിൽ പരമപ്രധാനമായ പിതൃയജ്ഞത്തിന് ഇവിടുത്തെ ഈ നിലാതീരവും ക്ഷേത്ര സന്നിധിയും വേദിയാകാറുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. ഗാണപത്യം, ശൈവം, ശാക്തേയം, വൈഷ്ണവം, സൗരം എന്നീ 5 സമ്പ്രദായങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പൂജാവിധികളാണ് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലുള്ളത്. ഇവിടെ ഗാണപത്യ സമ്പ്രദായത്തിൽ ശ്രീ ആനന്ദ മഹാഗണപതി പടിഞ്ഞാറ് ദർശനമായി പ്രധാന ദേവനായി സ്ഥിതി ചെയ്യുന്നു. ഭക്തജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനായി വലതുവശത്തേക്ക് മുഖം ചരിച്ച് വലതു ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ തന്റെ ഭക്തജനങ്ങളുടെ വിഘ്നങ്ങൾ സർവ്വതും തട്ടി നീക്കുവാൻ വലതുകാൽ താഴത്തേക്കിട്ട് ഉള്ള രൂപത്തിലാണ് പ്രതിഷ്ഠ. ഭാണലിംഗ പ്രതിഷ്ഠയിൽ സ്വന്തം മക്കളുടെ ദൈനംദിന ഉയർച്ച കാണുവാനായി ശൈവ സമ്പ്രദായത്തിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ ഉമാമഹേശ്വര പ്രതിഷ്ഠയുമുണ്ട്. വലതുവശത്ത് പാർവതി ദേവിയും ഇടതുവശത്ത് പ്രത്യക്ഷ ഗംഗയും മുന്നിൽ നന്ദികേശ്വരനും ഉള്ളതിനാൽ പൂർണ്ണ പ്രദക്ഷിണം അനുവദനീയമാണ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അടുത്തത് സർവമംഗളകാരണീയമായ ശ്രീ ത്രിപുര സുന്ദരിയുടെ ശ്രീകോവിലാണ്. മഞ്ഞൾ പൊടി കൊണ്ട് ഭാഗ്യസൂക്ത അഭിഷേകവും സ്വർണാഭിഷേകവും നടത്തി വരുന്നത് വളരെ ശ്രദ്ധേയമാണ്. അഞ്ജനശിലയിൽ നവതാല ശിലാശാസ്ത്രത്തിൽ വിഗ്രഹ പ്രതിഷ്ഠയോടുകൂടി പടിഞ്ഞാറു ദർശനമായി നിൽക്കുന്ന ശംഖചക്ര ഗദാധാരിയായ മഹാവിഷ്ണുവാണ് അടുത്ത ശ്രീകോവിലിൽ. വൈഷ്ണവ സമ്പ്രദായത്തിലാണ് പൂജാവിധികൾ. ദേവികി നന്ദനനായ ഭഗവാൻ അമ്മയ്ക്ക് തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന ഭാവത്തിലാണ് പ്രതിഷ്ഠ. പത്മാസനത്തിൽ കയ്യിൽ അമൃത കലശഹസ്തവുമായി ജടാമകുടധാരിയായി പടിഞ്ഞാറോട്ട് ദർശനമരുളുന്ന ഹരിഹരപുത്ര സ്വാമിയാണ് അടുത്ത ശ്രീകോവിലിൽ. വൈദ്യനാഥ സങ്കല്പത്തിൽ ധന്വന്തര സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ. ആരോഗ്യദായകനും സൽസന്ധദായകനുമായ ഹരിഹരപുത്ര സ്വാമിയാണ് ഇവിടെ. അദ്ദേഹത്തിന് മുമ്പിൽ തേനഭിഷേകവും നീരാഞ്ജന സമർപ്പണവും ഭക്തജനങ്ങൾ വഴിപാടായി സമർപ്പിക്കുന്നു. ഇങ്ങനെ 5 മൂർത്തികളും തുല്യ പ്രാധാന്യത്തോടെ വാഴുന്ന ഒരു ക്ഷേത്ര സന്നിധിയിൽ അനവധി പണ്ഡിതരുടെയും മഹാത്മാക്കളുടെയും അനുഗ്രാഹാശിസുകൾ കൊണ്ട് ധന്യമായ ഈ ക്ഷേത്രം നിരവധി ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. 2008 ജൂലൈയിൽ കുംഭാഭിഷേകം മുതൽ ഇന്നുവരെ സാന്ദീപനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ള സേവനങ്ങൾ അവിസ്മരണീയങ്ങളാണ്. കലേക്കുളങ്ങര ശിവാനന്ദാശ്രമം മഠാധിപതി സ്വാമി നിത്യാനന്ദ സരസ്വതി, സമ്പോധ് ഫൗണ്ടേഷന്റെ സാരഥിയായ HH ബോധാനന്ദ സരസ്വതി, ആധ്യാത്മാനന്ദ സരസ്വതി, കുളത്തൂർ ശ്രീ ശങ്കര അദ്വൈതാശ്രമം മഠാധിപതി
ചിദാനന്ദപുരി സ്വാമികൾ, നാരായണാശ്രമ തപോവനം സ്വാമി ഭൂമാനന്ദ തീർത്ഥ മഹാരാജ്, നിരവധി സന്യാസി ശ്രേഷ്ഠരുടെ മഹനീയ സാന്നിധ്യാനുഗ്രഹങ്ങൾ കൊണ്ട് സാധനാലയത്തിന്റെ പ്രവർത്തനങ്ങൾ ഉത്കൃഷ്ടമായി. मुखं किमस्य कौबाहु काबूरुपादा उच्येते रावणोऽस्य मुखमासेते बाहुराजिन्यकृतः पद्या भूमिदिशस्रोतात् यत्भूतं यच्च भव्यम् उदामृतत्वशेषानः यदन्नेनाजिरोहरि वासामलां ज्येष्ठामलक्ष्मीं नाशयाम्यहम् अबोधिमसमृद्धिं च सर्वां निर्नुतमे गृहात् विश्वप्रिये विष्णुमनोनुकूले त्वल्पादपद्मं मयि सन्निधत्वः महादेवी च विद्महे विष्णुपत्नी च धीमहि तन्नो लक्ष्मी प्रचोदयात्. ഇവിടുത്തെ ഈ മക്കളെല്ലാവരും വെളുപ്പിന് ഇത്രയും നേരത്തെ വന്ന് എല്ലാവരും ഒരു പുസ്തകം കൊണ്ടുവന്ന് ജപിക്കാന്ന്. നിങ്ങളുടെ ജീവിതം ഉറപ്പായി നല്ലൊരു ജീവിതമായിരിക്കുന്നു. എന്താണ് ധർമ്മം എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ ചേർത്ത് കോർത്ത് ഒന്നാക്കി നിലനിർത്തുന്നതാണ് ധർമ്മം. இந்த கோவில் பிரம்மபாகம் இப்போ 2007 8 வரைக்கும் ஆச்சு. இன்னைக்கு இவ்வளவு தூரம் வளர்ந்துருக்குன்னா அது ரொம்ப பெருமையும் சந்தோஷம் படக்கூடிய ஆள். இப்போ விஷ்ணு பாகத்துக்கு எத்தியிருக்கு. இனி அதிவிரைவில் ருத்ரபாகத்தை எத்துங்கிற நம்பிக்கையோடு கூடி இந்த വാർത്തകളെ சொல்கிறேன். എപ്പോഴും ശ്യാംജി അന്ന് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് വലിയ ശ്യാംജി കുടുംബവും ഒരു വലിയ ദർശനത്തോടു കൂടിയാണ് അന്ന് തുടങ്ങിയതെങ്കിൽ അതിൻ്റെ 9 വർഷം കഴിഞ്ഞ് വീണ്ടും അത് ഉയർന്ന് എല്ലാവരുടെയും എല്ലാ ഗുരുക്കന്മാരുടെയും മഹത്തുക്കളുടെയും ഭക്തന്മാരുടെയും അനുഗ്രഹം കൊണ്ട് ഇന്നൊരു ഗോകുലം കാമധേനു ധാം സമർപ്പിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം, ഇവിടെ കുറേ കുട്ടികളിരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഈ പ്രകൃതി സുന്ദരമായ ഈ കുളിർമയുള്ള കാറ്റും അതുപോലെ ഭാരതപ്പുഴയുടെ തീരവും, ഈ ഒരു അന്തരീക്ഷത്തിലിരുന്ന കുട്ടികളിങ്ങനെ പാടുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയൊരു ചിന്ത, ഇനിയൊരു ജന്മം കിട്ടുകയാണെങ്കിൽ ഇത്തരം നാട്ടിൽ വേണം ജന്മം കിട്ടുവാൻ. കാരണം സുഹൃതികളായ കുട്ടികൾ, അവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്ന അമ്മമാര്, സുബ്രഹ്മണ്യജി പറഞ്ഞു അതിനെക്കുറിച്ച്. ഈ അമ്മമാരുടെ മഹത്വമാണ് ഈ കുട്ടികളുടെ സാന്നിധ്യം. തീർച്ചയായിട്ടും അതിനെ ഏകോപിപ്പിക്കുവാനൊരു ശക്തി വേണം. ജീർണാവസ്ഥയിലിരുന്ന ഈ പഞ്ചമൂർത്തി ക്ഷേത്രത്തെ അതിനെ പുനരുദ്ധീപിച്ചുകൊണ്ട്, അതിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട്, അതിനെ ശക്തിപ്പെടുത്തി ഇതുപോലൊരു സാംസ്കാരിക ആധ്യാത്മിക കേന്ദ്രമാക്കിയ 6ാമത്തെ മൂർത്തിയാണ് ശ്രീ ശ്യാംജി. നമുക്ക് ഓരോരുത്തർക്കും 5 തലമുറകളുമായി സാമാന്യേന ഇടപഴകാനുള്ള അസുലഭമായ അവസരമുണ്ട്. ഇത് പ്രതിവർഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചടങ്ങ്, ഒരു ആചാരം നമ്മളൊക്കെ പിന്തുടരുന്നുണ്ട്. കർക്കിടക മാസത്തിൽ പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണം നടത്തുന്ന അല്ലെങ്കിൽ ശ്രാദ്ധമുട്ടുന്ന ഒരു പരിപാടിയുണ്ട്.
प्रकृत्यनुगुणा गिरिशं भजन्ते तेषां बलं विदृढयैव तदीयमद्या व्यासो गिलेन कृतवानधिकारिकेतोः स्कान्दादिकेषु तपहानि शब्दार्थरादैः അന്ധകാരമടങ്ങിയിട്ട് എന്തിരിക്കണം? അജ്ഞാനമാകുകയിട്ട് തന്നിരോധക അങ്ങനെയുള്ള അജ്ഞാനത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് കളയണം. ഭാരതീയ സങ്കല്പത്തിൽ ഗംഗ ദേവനദിയും കൃപാമയുമായ ദേവിയുമത്രേ. സർവജലത്തിലും ഭാരതീയർ ഗംഗയെ ദർശിക്കുന്നു. ദേവി ഗംഗയുടെ സ്പർശനമില്ലാത്ത ഒരു നദിയോ തീർത്ഥമോ ഈ ഭാരതദേശത്തിൽ ഇല്ല എന്നതാണ് വിശ്വാസം. നിള മലയാളിയുടെ പുണ്യവും ഭാഗ്യവുമത്രേ. നിളയിൽ ഗംഗയെ കാണുന്നത് ഈ പാരമ്പര്യത്തിൻ്റെ അനുഭവപാഠം മാത്രം. നിരന്തരം ചൂഷണം ചെയ്യപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന നിളയെ ദേവിയായി കാണാനും ആരാധിക്കാനും ഉപാസിക്കാനും ശ്രമിക്കുന്ന ഒരു പുതിയ തലമുറ ഇവിടെയുണ്ട്. ഈ നദിയെ സംരക്ഷിക്കാനും ഈ സംസ്കാരത്തെ പോഷിപ്പിക്കാനും കൂടി ശ്രമിക്കുകയാണ് ഇവിടെ. പ്രാർത്ഥനയുടെ സൗമ്യതയിൽ, ധ്യാനത്തിൻ്റെ ശാന്തിയിൽ, ആരാധനയുടെ തിളക്കത്തിൽ
ഇതോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ സന്മനസ്സുകൾക്കും ഈ ഗ്രാമത്തിൻ്റെ പുണ്യവും പ്രകാശവുമായ ഈ ജനതയുടെ സ്പന്ദനങ്ങളിൽ നന്മയും ശാന്തിയും നൽകി ഈ ക്ഷേത്ര സമുച്ചയം കാലങ്ങളോളം നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രണമതാം ചിന്താമണി മംഗളം പഞ്ചാസ്യധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചാസ്ത്രോപമ മംഗളം ശ്രുതിശിരോലങ്കാര സന്മംഗളം